വേണു RMP നേതാവ് ഇന്ന് മഹാത്മാഗാന്ധിയെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുവന്ന് ഹരിഹരനെ ജാമ്യത്തിൽ എടുത്തുകൊണ്ടുപോകാൻ നടത്തിയ ഒരു ശ്രമം കഴിഞ്ഞ ദിവസം രമ ചെയ്തു, അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ചെയ്തു. UDFും RMPയും എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹരിഹരൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം, ശ്രീകുമാറിൻ്റെ ചോദ്യം താങ്കളുടെ മുമ്പിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാഫിയെ നിങ്ങൾക്ക് ഭയമാണ്. വടകരയിൽ നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ പ്രചാരണം ആകെ തോറ്റുകഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിക്ക് പോലും കാത്തു നിൽക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മാത്രമല്ല, അതിൽ വേറൊരു നല്ല രാഷ്ട്രീയ കൗതുകമുള്ള നിരീക്ഷണവുമുണ്ട്. KK ശൈലജയ്ക്ക് വ്യക്തിപരമായി വലിയ ക്ഷീണം സംഭവിക്കുന്നതിനിടയാക്കി. പിന്നെ സോഷ്യലിസ്റ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ രേവണ്ണ ജാമ്യത്തിൽ ഇറങ്ങിയതുകൊണ്ട് CPMന് ഹരിഹരനെ ഒന്നും പറയാനൊന്നുമില്ല, കേട്ട് നിന്നുകൊള്ളണം. രേവണ്ണയുടെ അനുഭവം ഉള്ളതുകൊണ്ട് കേരളത്തിലെ CPMന് ഒപ്പമാണ് JDS, ഇവിടുത്തെ JDS ഒന്നും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം. താങ്കളുടെ മറുപടിയിലേക്ക്. ഒന്ന്, CPMന് വടകര രാഷ്ട്രീയം എന്നൊരു രാഷ്ട്രീയമില്ല. CPMന് സാർവദേശീയ രാഷ്ട്രീയമാണ്. അത് സാർവദേശീയ തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും അത് പ്രാദേശിക തലം വരെ ഒരേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങൾ വരുമ്പോൾ കൊടി താക്കാനും വേറെ സ്ഥലത്ത് വരുമ്പോൾ കൊടി പൊക്കാനും ഇടയാകുന്നത്. അങ്ങനൊരു സാഹചര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഘടകകക്ഷി കൊടി പൊക്കരുതെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ വയനാട്ടിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയം, അങ്ങേപ്പുറം ചെല്ലുമ്പോൾ വേറൊരു രാഷ്ട്രീയം, ഇത്തരത്തിൽ ഓരോ പ്രദേശത്തും ഓരോ രാഷ്ട്രീയം എന്നുള്ളത് കോൺഗ്രസിൻ്റെ ശീലമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ശീലമില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സാർവദേശീയ പാർട്ടിയാണ് എന്ന് അഭിമാനത്തോടെ പറയുകയാണ്. അതിൻ്റെ ഭാഗമായി വില കൊടുക്കേണ്ടി വന്നൊരു പാർട്ടിയാണ് ഞങ്ങൾ. ലോക യുദ്ധത്തിൻ്റെ കാലത്ത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങളെടുത്ത നിലപാടിനെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായവ്യത്യാസം ഉണ്ടായി. പക്ഷേ ഞങ്ങൾ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അതേസമയം ഒഞ്ചിയം മുതൽ വടകര വരെയും വടകര മുതൽ ഒഞ്ചിയം വരെയും ഉണ്ടായിട്ടുള്ള ഊർധ്വം വലിക്കുന്ന ഒരു രാഷ്ട്രീയ ഉണ്ടവിടെ. അത് ഇടതുപക്ഷത്തെ ചൊറിയാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോടാലിക്കൈ രാഷ്ട്രീയമാണ്. കോൺഗ്രസ്സുകാർക്ക് തൽക്കാലം ഒരു ഗതിയില്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോടാലിക്കൈ രാഷ്ട്രീയമാണ്. ആ കോടാലിക്കൈ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കാരണം എന്താണ്? ഞങ്ങളെ ആ കോടാലിക്കൈ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊരു കോടാലിക്കൈയാണ്. അതിൻ്റെ നേതാവായി നിൽക്കുന്നൊരു വനിതയാണ്, ഒരു വനിതാ MLA ആണെന്നുള്ളത്. ആ ഒരു വനിതാ MLA അധ്യക്ഷയായിട്ട് പ്രവർത്തിക്കുന്നൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വനിതകളെക്കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വെളുക്കാൻ തേച്ചത് പാണ്ടായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാ ഈ വടകര ഈ സമ്മേളനം നടന്നത്? എന്തിനാ VD സതീശൻ വണ്ടി പിടിച്ചങ്ങോട്ട് പോയത്? എന്തിനാ അവിടെ വലിയ പ്രസംഗമെല്ലാം നടത്തിയത്? ഈ പ്രസംഗം കഴിഞ്ഞ് ആരെങ്കിലും അവിടെ പ്രസംഗിച്ചായിരുന്നോ? ഈ ഹരിഹരൻ്റെ ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ അവിടെ നടക്കുമ്പോൾ ആരെങ്കിലും സ്റ്റേജിൽ ഉണ്ടായിരുന്നോ? അവർക്കാരെങ്കിലും ഇത് പൊളിറ്റിക്കലി കറക്റ്റല്ലെന്ന് തോന്നിയോ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രഹസ്യമായി നടന്നൊരു കാര്യമല്ല, ഒരു പൊതുസമ്മേളനമാണ്. അവിടെ ഇപ്രകാരം കാര്യങ്ങൾ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നു, തട്ടഹസിക്കുന്നു, ആർക്കും തർക്കം ഉണ്ടാകുന്നില്ല. ആ നിൽക്കുന്ന ആളുകളിൽ അവിടുത്തെ RMP നേതാക്കന്മാരുണ്ട്, ലീഗ് നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. CPMകാർക്ക് പേടിയാന്ന് പറഞ്ഞു ഷാഫി പറമ്പിലിനെ, അല്ലെങ്കിൽ DYFകാർക്ക് പേടിയാണ്. ഇതുപോലെ വർത്തമാനം കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഷാഫി പറമ്പിലിനെ ഞങ്ങളെന്തിനാണ് പേടിക്കുന്നത്? ഞങ്ങൾക്ക് തീരെ മനസ്സിലായില്ല. കേരളം ആദരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലയായ ഒരു പൊതുപ്രവർത്തക ടീച്ചറെയും അതുപോലെ തന്നെ നമ്മുടെ ലോകം തന്നെ ആരാധിക്കുന്ന സിനിമാ രംഗത്ത് മലയാളിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു താരത്തെയും കൂട്ടിച്ചേർത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മ്ലേച്ഛത പറഞ്ഞപ്പോൾ അതിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോ യുവാവോ അല്ലെങ്കിൽ മധ്യവയസ്കനോ ആയ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ കൂടി ഞങ്ങളെന്തിനാണ് പേടിക്കുന്നത്? അയാളുടെ വികൃതമായ ചിരിമതി അയാളെ തുറന്നു കാട്ടാൻ. അതുകൊണ്ട് ഇത് RMPയിൽ തുടങ്ങി RMPയിൽ അവസാനിക്കുകയോ ഹരിഹരിൽ തുടങ്ങി ഹരിഹരിൽ അവസാനിക്കുകയോ ചെയ്യുന്നതല്ല. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ള ഞങ്ങളുടെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ഞങ്ങൾ നാട്ടുകാരോട് പറയും. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിപ്പ റാണിന്ന് വിളിച്ചപ്പോഴും കോവിഡ് രാജകുമാരി എന്നൊക്കെ വിളിച്ചപ്പോഴും ടീച്ചർ പതറിയിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താ? വടകരയ്ക്ക് മാത്രമായിട്ട് എന്താ സംഭവിച്ചത്? ഒന്ന്, വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്തായിരുന്നു UDFൻ്റെ അജണ്ട? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതും വളരെ ശ്രദ്ധിച്ച് കാണണം. കാരണം 3ാം സീറ്റ് ലീഗ് ചോദിച്ചു, 3ാം സീറ്റ് കൊടുത്തില്ല. 3ാം സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ മലബാറിലെ ഒരു സീറ്റിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന നിലയിൽ കോൺഗ്രസും ലീഗൂടെ ധാരണയുണ്ടാക്കി. ആ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്നറിയാവോ?
ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെ ഏറ്റവും ഏറെ വേട്ടയാടുന്ന പ്രസംഗം നടത്തുന്ന പ്രധാനമന്ത്രിക്കെതിരായിട്ട് പലപ്പോഴും മിണ്ടാൻ പറ്റാത്തൊരു പാർട്ടിയാണത്. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വടകര മാത്രം ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന്. വടകരയിൽ നിങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് കോൺഗ്രസ്സുകാർ അവിടെ അഭിമാനിച്ചു. എന്നാൽ പിന്നെ ഗുജറാത്തിൽ എന്താ നിർത്താത്തത്? ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടോ? അപ്പോൾ നിങ്ങൾ വടകരയെ കൊണ്ട് നിർത്തിയിട്ട് വടകരയിൽ ഞങ്ങളിതാ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തക ഈ പറയുന്ന നിങ്ങൾ പറയുന്ന എന്താ വാഗ്ദാനത്തോട് ചോദിക്കുന്നുണ്ട്. ഷാഫി എന്ന പേര് തന്നെ പ്രധാനപ്പെട്ടതല്ലേ? ആ പേരിൽ തന്നെ ഇവിടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് വോട്ട് കിട്ടാൻ സാധ്യതയില്ലേ? ഒരു 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 വല്ലാത്ത ചിരിച്ചുകൊണ്ട് ആ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്ന ഈ നിങ്ങളുടെ വാഗ്ദാനത്തെ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, അമ്പലപ്പുഴ നായന്മാരെ കൊണ്ട് കൊല്ലത്ത് പോയ റിപ്പോർട്ടറെ, ഇവിടെ എല്ലാം വലിയ മര്യാദയ്ക്ക് നടക്കുകയല്ലേ? കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ വർഗീയ വിരുദ്ധം പഠിപ്പിക്കാൻ. അമ്പലപ്പുഴയിലെ നായന്മാർ കൊല്ലത്തോട്ടിയാൻ പോകുമെന്ന് പറയുന്ന ഒരു വനിതാ മാധ്യമപ്രവർത്തകയാണ് നിങ്ങളുടെ ഈ പറയുന്ന ഞങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നത് ഷാഫി എന്ന പേര്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ കളവുണ്ടാക്കി, നുണകൾ നിർമ്മിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ ആദ്യത്തെ സെക്രട്ടറി സി എച്ച് കണാറിൻ്റെ പേര് കള്ളമുണ്ടാക്കി. CH കണാറിൻ്റെ പേരിൽ കൊടുവാ തീയ നോട്ടില്ല, കള്ളത്തീയ നോട്ടില്ല എന്ന് ചുവരെഴുതിയെന്ന് ഈ മാധ്യമപ്രവർത്തകർ 2 പേര് പറഞ്ഞു. എന്നിട്ട് ഒരു വനിത പറയുന്നത് അത് അക്കാലത്തെ മാധ്യമപ്രവർത്തകർ പറഞ്ഞെന്നാണ് പറയുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട N. ശ്രീകുമാറിനെ വെല്ലുവിളിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ദയവായിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഏത് മാധ്യമപ്രവർത്തകൻ്റെ ഏത് രേഖ ഇപ്പോൾ ഹാജരാക്കാം. അപ്പം വടകര നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ വലതുപക്ഷ മാധ്യമ പ്രവർത്തകരാകെ നിന്നുകൊണ്ട് വടകരയെ ഒരു കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വടകര എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കാൻ പറ്റുന്ന ഒരു കോടാലിക്കൈയുള്ള ഒരു സ്ഥലമാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കടന്നാക്രമിച്ചത്. അതിനൊന്നും അധികാല ആയുസില്ലെന്നേ, നിങ്ങളത് വിചാരിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞൊക്കെ കോഴിക്കോട് ജില്ല തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനം വല്ലാത്ത വിജയമൊക്കെ അവിടെ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ടത്. തൽക്കാലം 1-2 ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കളിക്കാമെന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച ഒന്നൊരു വിഷയമല്ല. പ്രശ്നം എന്താണ്? അവിടെ വ്യാജങ്ങൾ നിർമ്മിക്കപ്പെട്ടോ? നിങ്ങളെന്താ ശൈലജ ടീച്ചറെ ആക്രമിക്കാൻ പറഞ്ഞത്? ശൈലജ ടീച്ചർ പറഞ്ഞത്ര വ്യാജ അശ്ലീല വീഡിയോ ഉണ്ട്, സത്യം അതല്ലല്ലോ. ടീച്ചറുടെ പത്രസമ്മേളനം ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനെ കേൾപ്പിച്ചു തരാം. എന്താ സാറേ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞു വ്യാജ വീഡിയോ നിർമ്മിച്ചു. എന്താ വ്യാജ വീഡിയോ? റിപ്പോർട്ടർ TV-യിലെ അരുൺകുമാറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജ വീഡിയോ. അത് മുസ്ലിം വിരുദ്ധയായി ടീച്ചറെ ചിത്രീകരിക്കാൻ വ്യാജ വീഡിയോ ഉണ്ടാക്കിയത് ലീഗുകാരാണോ UDF-കാരാണോ? അവരുടെ പേര് പോലീസ് കേസെടുത്തിട്ടുണ്ടോ? നമ്മൾ ആദ്യം അതിലേക്ക് പോകൂ. രണ്ടാമതാണ് ടീച്ചറുടെ ആരോപണം അശ്ലീലത നിറഞ്ഞ ചിത്രങ്ങളുടെ മേലെ ടീച്ചറുടെ പടം വെക്കുന്ന തരത്തിലുള്ള മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ. ഇത് രണ്ടും വന്നപ്പോഴാണ് അവിടെ എന്താണ് ചോദ്യങ്ങൾ? അല്ല ശ്രീ വീഡിയോ കിട്ടിയോ? ശ്രീ അനിൽകുമാർ, അതിലിപ്പോ താങ്കൾ ഒരു വ്യക്തത വരുത്തി. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വേണുവും ചോദിച്ച ഇതാണ്. ടീച്ചർ ആദ്യം വാർത്താ സമ്മേളനം നടത്തി, അടുത്ത ദിവസം ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അത് തിരുത്തി. ഈ വ്യാജ വീഡിയോ ഈ ചർച്ചയിലടക്കം ഈ പറഞ്ഞ അശ്ലീല വീഡിയോ എവിടെ കണ്ടോ എന്ന തരത്തിലേക്കുള്ള ഒരു ചോദ്യത്തിലേക്ക് വരെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞത് എന്താണ്? ശരിയാണ്, ടീച്ചർ പറഞ്ഞ ഒരു രാഷ്ട്രീയ പരാമർശത്തെ അടർത്തിയെടുത്ത് മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിച്ചു. ഒടുവിൽ ആ മാധ്യമത്തിന് തന്നെ അത് പറയേണ്ടി വന്നു. ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ടീച്ചർ പറഞ്ഞതെന്ന് ആ മാധ്യമത്തിന് തന്നെ പറയേണ്ടി വന്നു. അതടക്കം എന്താണോ ടീച്ചർ പറഞ്ഞതെന്ന് ഇപ്പോൾ ശ്രീ അനിൽകുമാർ വിശദീകരിച്ചു. പിന്നീട് ഏറ്റവും ലൈംഗിക അധിക്ഷേപത്തിൻ്റെ സ്വഭാവത്തോടുകൂടി എങ്ങനെയാണ് പോസ്റ്ററുകളും മറ്റും ഉണ്ടായത് എന്ന് ടീച്ചർ പറഞ്ഞു. ഇതിനെ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ ഇതിനെ രണ്ടായി കണ്ടുകൊണ്ട് ടീച്ചറാകെ മാറ്റി പറഞ്ഞു എന്ന നിലയിലാണ് ഇന്ന് RMPയുടെ വാർത്താ സമ്മേളനത്തിലും അവർ കൈരളിയുടെ മാധ്യമപ്രവർത്തകരുമായി തർക്കിക്കാൻ ശ്രമിച്ചത്. വേണു, ശ്രീ അനിൽകുമാർ, അതിലൊരു പച്ചക്കള്ളമുണ്ട്. എന്താ കാരണം? ടീച്ചർ പറയുന്ന കൃത്യം ഞാൻ വീണ്ടും കേട്ടു നോക്കി. ടീച്ചർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലാണ് ഈ വ്യാജ വീഡിയോ അശ്ലീല വീഡിയോ കിടക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ കളരി അതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കളരി എന്താണ്? ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? തൃക്കാക്കര കേട്ടതാണ്. മാത്രമല്ല അതിൻ്റെ ഒറിജിനൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താണ്? അതിന് കേരള പോലീസിനെ കുറ്റപ്പെടുത്തരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെവിടെ നിന്നുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ വിക്ഷേപണം ചെയ്യാൻ കഴിയുന്ന ഒരു തലത്തിലാണ് നമ്മുടെ നവമാധ്യമ രംഗം നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെ നിന്ന് പറയാനാകുന്നില്ല. ലോകത്തിൻ്റെ എവിടെ നിന്ന് അത് വിക്ഷേപിക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ അത്തരം വീഡിയോകൾ ആരാണ് കിട്ടിയാൽ ആരാകിൽ മിഴിയുള്ളവർ നോക്കി നിൽക്കുന്നു, ആശാൻ പറഞ്ഞ പോലെ ആരാണത് കിട്ടിയാൽ പ്രചരിപ്പിക്കാത്തതെന്ന് ചോദിക്കുന്ന സതീശന്റെ കളരിയാണല്ലോ ഇത്. ആ കളരിയിൽ ഇവർ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ വളരെ ശരിയായ കാര്യം എന്താണ്? വ്യാജ വീഡിയോ. മാതൃഭൂമി ചാനലിന്റെ വീഡിയോ വ്യാജമായി ഉണ്ടാക്കിയോ? റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ വ്യാജമായി ഉണ്ടാക്കിയോ? ഈ രണ്ട് ചാനലുകളും ആ ടീച്ചർക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെട്ട വീഡിയോ തെറ്റാണെന്ന് അവർ രണ്ടുപേരും വെളിപ്പെടുത്തിയോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ടീച്ചറെ ബോംബമ്മ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കുകയാണ്. അവർ തന്നെ പരാതിപ്പെടുകയാണ്. അവർ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം ചേർത്തിട്ടാണ് ഇറക്കുന്നത്. ഇതൊക്കെ CPM-കാർ ഇറക്കിയതാണോ? ഇതൊക്കെ ആർക്കെതിരെ ഇറക്കിയിട്ടുള്ളതാണ്? കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഏതോ പാനൂരിലൊരു അമ്പലത്തിന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉടനെ നമുക്കെതിരെ ആക്രമിക്കാൻ ഇറങ്ങിയില്ലേ? ഞങ്ങൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വടകര മുതൽ വടകര ഉള്ളൊരു പാർട്ടിയല്ല CPIM. ഞങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശൈലജ ടീച്ചർ. പിന്നെ ഒറ്റ വാക്കുകൂടെ ഞാൻ പറയട്ടെ, ടീച്ചറുടെ ഈ രാഷ്ട്രീയമായ ഉയരമൊന്നും ഇവർക്ക് അളക്കാൻ പറ്റാത്ത ഉയരമാണ്. അതുകൊണ്ട് ടീച്ചറുടെ ഉയരം കുറഞ്ഞു പോകുമോ ഈ ചർച്ചയിൽ എന്നൊന്നും നിങ്ങളാരും വിഷമിക്കരുത്. എല്ലാവർക്കും അറിയാവുന്നതാണ് ശൈലജ ടീച്ചറെ. അതുകൊണ്ട് ശൈലജ ടീച്ചറുടെ ഉയരം കുറയുകയല്ല, മഞ്ജു വാര്യരുടെ ഉയരം കുറയുകയല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ചെറുപ്പം എന്താണെന്ന് ലോകം അറിയുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് തുറന്നു കാട്ടപ്പെട്ടു. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതാണ് CPM-ന്റെ നയം.